everyone, welcome back to my channel. So wishing all of you all a very happy Christmas. ഇന്ന് ക്രിസ്മസ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ കേക്ക് ബേക്ക് ചെയ്യാം എന്നുള്ള പരീക്ഷണത്തിലാണ്. ഒരു ചാലഞ്ച് ആണ്. ഞാൻ എന്നോട് തന്നെ ചെയ്ത ചാലഞ്ച് ആണ്. അജയൻ പറയുന്നത് എത്ര % എനിക്ക് ചെയ്യാൻ പറ്റുന്ന? എനിക്ക് 50-50 ഉള്ളൂ. അജയന് 50% റെഡിയാകും, 50 റെഡിയാവത്തില്ല എന്നുള്ള വിശ്വാസമേ ഉള്ളൂ. എനിക്ക് ഒരു 30% റെഡിയാകും, 70% റെഡി ആവത്തില്ല എന്നുള്ളൊരു വിശ്വാസമാണ്. എന്തായാലും സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ബേക്ക് ചെയ്യാനുള്ള പാത്രം നമുക്കുണ്ട്, കേക്ക് ചെയ്യാനുള്ള സാമഗ്രികൾ നമുക്കുണ്ട്. ആകെ ഉള്ളത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാനൊരു കേക്ക് പരുവത്തിലാക്കണം. അത് ടേസ്റ്റ് ചെയ്യാൻ ഇവിടെ നമുക്ക് 3 മാസ്റ്റർ ഷെഫിന്റെ ജഡ്ജസ് ആണ് ഉള്ളത്. ഞാൻ കണ്ടസ്റ്റന്റും ബാക്കി ജഡ്ജസും ആണ്. നമുക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഉള്ളത് വേൾഡ് ഫേമസ് കുക്ക് ഷെഫായ മിസ് റീന രാജൻ ആണ്. ഷെഫ് പറയൂ, ഞാൻ ബേക്ക് ചെയ്ത് ചുമ്മാ പറഞ്ഞ ചേച്ചി എല്ലാം നല്ലതായിട്ട് ഉണ്ടാക്കും ചേച്ചി. അപ്പൊ ചേച്ചിക്ക് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ചെല്ലുവാണ്. ഞങ്ങള് പകുതി ദിവസം ചേച്ചിയുടെ വീട്ടില്, വീക്കെൻഡ്സ് മൊത്തം ചേച്ചിയുടെ വീട്ടിൽ ഞങ്ങള് അഭയാർത്ഥികളാണ്. അപ്പൊ ചേച്ചിയാണ് യെസ്, അപ്പം ചേച്ചിയാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ചേച്ചിക്ക് വിശ്വാസം ഉണ്ടോ ഞാൻ ബേക്ക് ചെയ്താൽ കരിഞ്ഞു പോകുമോ, ശരിയാകുമോ, ആകത്തില്ലയോ, എന്തോ തോന്നുന്നു? ആരൻസ് നന്നായിട്ട് കുക്ക് ചെയ്യും, അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട് കേക്ക് നന്നായിട്ട് വരുമെന്ന് വിചാരിക്കും. നമ്മുടെ ഏറ്റവും ചെറിയ ജഡ്ജ് ഭയങ്കര അലമ്പാണ്. കളിക്കുവാണോ? അപ്പം റെസിപ്പി ഓൾറെഡി സെറ്റാണ്, എൻ്റെ മൈൻഡിലുണ്ട്. അമ്മ പറഞ്ഞു തന്നെ, ഞങ്ങൾ വിളിച്ചായിരുന്നു ഇപ്പൊ കുറച്ച് മുന്നേ. അപ്പം പറഞ്ഞിട്ടുണ്ട് അത് വെച്ച് നമുക്ക് ശരിയാക്കാൻ പറ്റുമെന്നുള്ള. സെൽഫ് റേസിംഗ് ഫ്ലോറ് 1.25 കപ്പാണ് ഇടുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ആണ് ഞാൻ ചെയ്യുന്നത്. 1.25 വേണം. അപ്പൊ ഇത് 1 കപ്പിന്റെ മെഷർമെന്റ് ആണുള്ളത്. എൻ്റെ കയ്യിൽ ഈ ഒരു ടൈപ്പിലെ എല്ലാ മെഷർമെന്റും ഉണ്ട്, പക്ഷെ എവിടെ വെച്ചേക്കുന്നത് ഓർമ്മയില്ല. അപ്പൊ ഈ ഒരു കപ്പ് വെച്ചാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതില് 1.25 കപ്പാണ് വേണ്ടത്. ഇതൊരു ട്യൂട്ടോറിയലായിട്ട് നിങ്ങൾ എടുക്കല്, ഇത് എൻ്റെ ഒരു ചാലഞ്ച് വീഡിയോ ആണ്. അപ്പം ഇതാണ് ഞാൻ കാൽ എന്ന് ഉദ്ദേശിക്കുന്നത്. കാൽ മീൻസ് 1/4 ആണ്. ഇതായിരിക്കും. എനിവേ നമുക്ക് ഇട്ട് നോക്കാം. അപ്പോൾ 1.25 കപ്പിന് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ എടുക്കാം. ഇതാണ് എൻ്റെ 1 ടീസ്പൂൺ. അല്ല, ഇച്ചിരി ഇടാം. ചേച്ചി എന്താ പറയുന്നത്? 1 ടീസ്പൂൺ ഇട്ട് അടുത്തത് നമ്മൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. എൻ്റെ 1/2 ടീസ്പൂൺ ഇത്രയാണ് ഗൈസ്. നിങ്ങൾ കമൻറ്റ് ചെയ്യണം കറക്റ്റ് ആണോ അല്ലയെന്ന്. ഇത് 1/2 ടീസ്പൂൺ. അപ്പം നമ്മൾ സീവ് ചെയ്യാൻ പോകുന്നത് ഇത് മുളക് പൊടി സീവ്, ഇത് ആട്ട സീവ് ചെയ്താൻ തോന്നുന്നു. രണ്ട് കിഴുത്തയാ, ഒന്ന് ചെറിയ കിഴുത്ത, ഒന്ന് വലിയ കിഴുത്തയാ. ചെറിയ കിഴുത്ത. ചെറിയ കിഴുത്ത എനിക്കറിയത്തില്ല. എനിവേ ചെറിയ കിഴുത്തയില് ഇത് വെച്ച് നമ്മള് വെരി ഗുഡ്. കാണത്തില്ല. ഇത് നമ്മള് സെറ്റ് ചെയ്തു. ഇതാണ് നമുക്കുള്ളത് വെച്ച്. എത്ര രൂപയാ? ഫ്രീയാ. 81 രൂപ ഫ്രം അലങ്കാർ, പത്തനംതിട്ട. മണ്ടത്തരം കാണിച്ചത് വെച്ചാല് ഫ്ലോർ സീവ് ചെയ്തില്ല. സീവ് ചെയ്യണം, നിങ്ങൾ മറക്കല്ല. ഞാൻ ഇതെല്ലാം കൂടെ സീവ് ചെയ്തെടുക്കാൻ പോവാണ്. ഹെൽപ്പർ വന്നിട്ടുണ്ട്. ഞാൻ ചേച്ചിയോട് ഹെൽപ്പ് ചെയ്യാൻ വരാൻ പറഞ്ഞു. ചേച്ചിക്ക് മടി, പക്ഷെ മിക്സ് ചെയ്യാൻ ചേച്ചി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിനെ ഒന്ന് സീവ് ചെയ്തെടുക്കാം, അരിച്ചെടുക്കാം. നമ്മുടെ എസ്തെറ്റിക് കുക്കിംഗ് വീഡിയോസ് പോലല്ല, നമ്മള് തിരിച്ച് ഇത് സാധനം ഇതിലോട്ട് ആക്കുവാണ്. അളവെല്ലാം തെറ്റി കാണും. എന്താ വെച്ചാല് പകുതി പ്ലേറ്റിലും ഉണ്ട്, പകുതി ചട്ടിക്കകത്തും ഉണ്ട്, പകുതി പകുതി ഇവിടെ ഉണ്ടൊക്കെ ഉണ്ട്. പ്ലേറ്റിൽ നമ്മൾ എം ടി ആക്കി. ഓക്കെ, ഈ നമ്മുടെ ഡ്രൈ സംഭവങ്ങളും സെറ്റ്. ഡു ഐ നീഡ് ടു ടേക്ക് എ ഫോർക്ക് ടു മിക്സ് ദം? യാ, ഐ തിങ്ക്. അപ്പോൾ ഇത് ചുമ്മാ ഞാനൊരു ബണ്ണിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. വേറൊരു ബൗളിൽ നമ്മൾ വെറ്റ് സാധനങ്ങൾ അളന്നെടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് പാല്, തൈരാണ് നമ്മൾ എടുക്കുന്നത്.
ചാർജ് ചെയ്യാൻ വെക്കണോ? ചാർജ് ചെയ്യാൻ വെക്കണം. തൈര് തൈര് എത്ര ആണെന്നൊന്നും മനസ്സിലാണ് ഓർക്കുന്നില്ല. ഫോൺ എന്ത് ചെയ്യല്ലേ? തൈര് തൈരിന്റെ അളവൊന്ന് ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യുവാണേ. 1/4 1/4 കപ്പ്. ചേച്ചി ശരിയാ പറഞ്ഞേ. ചേച്ചിയാണോ മിക്സ് ചെയ്യുന്നത്? യെസ് ചേച്ചിയാണ്. അപ്പൊ ഈ ചീത്തപ്പേരിനകത്ത് ചേച്ചിക്ക് പേര് അവ കേടായാല് ചേച്ചിയുടെ തലയിൽ വെക്കാം നമുക്ക്. അപ്പം സെയിം നമുക്ക് എടുക്കാം ചേച്ചി. വാ, ഇതിൽ തന്നെ അങ്ങ് എടുക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ. ഞാനൊന്ന് തരാല്ലേ? ഓ പഞ്ചസാര വേണം. പഞ്ചസാര എടുക്കണേ. എത്ര പറഞ്ഞ? 4 മതിയോ? ചേച്ചി തിരിഞ്ഞു നിൽക്കാതെ ഇച്ചിരി യെസ് ചേച്ചിയുടെ തല കാണത്തില്ല അല്ലേ? ഇച്ചിരി ബാക്കിലോട്ട് വെക്കാം അല്ലേ? ഓക്കെ സെറ്റ്. അപ്പോൾ 1/4 കപ്പ് തൈര്, 1/4 കപ്പ് ഓയിൽ ഒഴിക്കുവാണേ. ചേച്ചി പറയണേ. എണ്ണ ഒഴിച്ചു, ഇത് ഒഴിച്ചു. ഇനി പഞ്ചസാര ഇടണം. കാസ്റ്റർ ഷുഗറാണോ ചേച്ചി ഇത്? നമ്മൾ ബേക്ക് ചെയ്യാനുള്ള മേടിച്ച ഷുഗറാണ് ഇത്. പക്ഷെ കട്ടൻ കാപ്പിക്കകത്ത് ഇടുന്നത്. 1/4 കപ്പ് ഇടുവാണേ ഗൈസ്. 3/4 കപ്പാണ് പാല് വേണ്ടത്. അപ്പൊ പാൽ ഞാൻ അളന്ന് വെച്ചേക്കാം. 1 ടേബിൾ സ്പൂൺ വനില എസൻസ് ഒഴിക്കണേ. അപ്പൊ അത് നമുക്ക് ഒഴിക്കാം. അത് ലിക്വിഡ് ആണല്ലോ, പക്ഷെ അത് പൊട്ടിച്ചിട്ടില്ല ഇതുവരെ. ഓക്കെ സെറ്റ്. പൊട്ടി. ഇനിയിപ്പം നമ്മള് തൈരിന്റെ മിക്സറും പൗഡറും പാലൂടെ ഒന്നിപ്പിച്ചിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ അല്ലേ? 3/4 കപ്പ് പാല് ഒഴിക്കുമ്പോൾ മിക്സ് ചെയ്യണോ? ഓക്കെ, ഇതോടെ ഒഴിച്ചേക്കാം. ഇനി മീൻ വൈൽ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് ഇച്ചിരി ഈ മൈദയുടെ ഫ്ലവറിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കണമെന്നുണ്ട്. അപ്പം ഞാൻ അതും കൂടെ പെട്ടെന്ന് കോട്ട് ചെയ്തെടുക്കാം. ചേച്ചി ചമ്മി ഇരിക്കുവാണ്. ചേച്ചി നീങ്ങട്ടെ എന്ന് ചോദിക്കൂ. നിങ്ങൾ കമന്റിൽ പറയൂ ചേച്ചി നീങ്ങണോ വേണ്ടെന്ന്. ചേച്ചി ചമ്മലാണ്. ചേച്ചിയെ വലിച്ചോണ്ട് ഞങ്ങൾ വന്നതാണ്. വാൾനട്ട് ഉണ്ട്, ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്, കാഷ്യൂ ഉണ്ട്. ഞാൻ കാഷ്യൂ ഇച്ചിരി എടുത്തോളൂ. അത് കണ്ടിട്ട് എനിക്ക് അത്ര രസമായിട്ട് തോന്നിച്ചില്ലേ. ഇതാ ഈ മൈദക്കകത്തോട്ട് നമ്മൾ ഇച്ചിരി ഒന്ന് ഇത് ചെയ്തെടുക്കണം. അങ്ങനെയാണ് അമ്മ പറഞ്ഞത്. എന്തിനാന്ന് എനിക്കറിയത്തില്ല. നേരിട്ടിട്ടാൽ ചിലപ്പോൾ നേരിട്ടിട്ടാൽ ചിലപ്പം താഴോട്ട് പോകുമായിരിക്കും. അതുകൊണ്ട് ഇതിനകത്ത് ഇച്ചിരി കോട്ട് ചെയ്തെടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഇതാണ് ചോക്ലേറ്റ് ചിപ്പ്. അതുകൊണ്ട് കുറച്ച് ഏറെ ഈ ചോക്ലേറ്റ് ചിപ്സ് മണ്ടക്കല്ലേ ഇടുന്നേ? അല്ലേ? ഈ ചോക്ലേറ്റ് ചിപ്സ് ക്രീം ഉണ്ടെങ്കിലല്ലേ മണ്ടക്കിടുന്നേ. ഇത് ക്രീം ഇല്ലല്ലോ, നമ്മൾ വീട്ടിൽ കഴിക്കുന്ന കേക്കല്ലേ. കഴിഞ്ഞ പരിപാടി മിക്സിങ് കഴിഞ്ഞു. ചേച്ചിയാ മിക്സ് ചെയ്തത്. ഓവൻ ഓണാക്കി. ഓ ഇത് ആയില്ല കേട്ടോ, തമാശയല്ല. ഇത് ഇങ്ങനെ ഇങ്ങനെ വീഴണം. അത് കാണിക്കത്തില്ല. അല്ല ഇങ്ങനെ ഇങ്ങനെ താപ്പോട്ട്. ഞാൻ എവിടോ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഇങ്ങനെ ചെയ്യില്ലെന്നാ. പൊങ്ങത്തില്ല. അതിനെ കിടന്ന് നശിപ്പിച്ച് അത് ഒരു ഡയറക്ഷൻ. ഇനിയിപ്പൊ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒരു ഡയറക്ഷനിലെ കലക്കാമെന്ന് എല്ലാരും പറഞ്ഞിട്ടുണ്ട്. കാഴ്ച അതിനെ ഇങ്ങനെ ആക്കി അങ്ങനെ ഇനിയിപ്പം ഓണാക്കി വെച്ചിട്ട് നോക്കുവാണേ. പിഞ്ച് ഓഫ് സോൾട്ട് ഇടണമെന്ന് പറഞ്ഞായിരുന്നേ. അപ്പൊ ഇത് പിഞ്ച് എന്റെ പിഞ്ച് തരാം. അതുകൂടി മിക്സ് ചെയ്യാം. ഫൈനൽ മിക്സിങ്. ഇച്ചിരി കട്ടിയാണോന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇച്ചിരി കട്ടിയുണ്ടെന്ന് തോന്നുന്നു. ഇച്ചിരി കൂടെ റൺ ചെയ്യാന്ന്. ഇച്ചിരി പാലൂടെ ഒഴിക്കാം നമുക്ക്. അല്ലെ ഇച്ചിരി ബട്ടർ ഇട്ടാലോ? ഇനി ബട്ടർ ഇട്ടാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ബട്ടർ ബീറ്റ് ആവത്തില്ല. ഇനി അതിന്റെ അകത്ത് കിടന്ന് ബട്ടർ കട്ടിയായിട്ട് അവിടെ കിടക്കും. പാലോ തൈരോ ഒഴിച്ചാൽ മതി. ഞാനൊരു തുള്ളി കൂടെ പാലൊഴിക്കുവാണ്. അപ്പൊ ഞാൻ ഈ പാത്രത്തിന് ഗ്രീസ് ചെയ്യുവാണ് വിത്ത് ബട്ടർ. ഞാൻ ഈ ബട്ടർ പേപ്പറിലും ഇച്ചിരി ബട്ടർ അങ്ങോട്ട് ഗ്രീസ് ചെയ്യുവാണ്. ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. ലുക്സ് നൈസ്. ഇനി നമുക്കിത് ഒഴിച്ചു കൊടുക്കാം.
നമ്മൾ ഡസ്റ്റ് ചെയ്ത് വെച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഇതെല്ലാം കൂടെ നമുക്ക് ഇടാം. ഇച്ചിരി ഏറെയാന്ന് തോന്നില്ല, കുഴപ്പമില്ല. ഇത് മണ്ടക്കിട്ട് കൊടുക്കാം. അപ്പം ഇതാണ് നമ്മുടെ ബേക്ക് ചെയ്യാത്ത കേക്ക്. 20 minutes. 20 മിനിറ്റ്സ് ആണ് ഇരിക്കുന്നത്. 180 ഡിഗ്രീസിൽ ഇപ്പം 20 മിനിറ്റ്സിന് വേണ്ടി വെച്ചിട്ടുണ്ട്. 20 മിനിറ്റ്സിനകത്തിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മെസ്സ് ക്ലീൻ ചെയ്യാൻ കേട്ടോ. ഇവൻ ഉറങ്ങി വീട്ടു. ഹലോ പറഞ്ഞ മേരി ക്രിസ്മസ്. അവൻ ആ ഓവനിലെ ലൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. മേരി ക്രിസ്മസ്. ഹായ് ഉറക്കപ്പിച്ചിലാണ് ഞാൻ, ഉറക്കപ്പിച്ചിലാണേ. രാവിലെ അവന് സാന്റ ഡ്രസ് ഇടിച്ചു, ഇപ്പൊ ക്രിസ്മസ് PJ ഇടിച്ചു. നിനക്ക് കേക്ക് വേണോ? എനിക്ക് ദേഷ്യം വരുന്നേ. കേക്ക് റെഡിയായി നോക്കിക്കേ. കേക്ക് ഒരു 20 മിനിറ്റ്സ് ആയില്ല, 19 മിനിറ്റ്സ് നമ്മൾ ഇച്ചിരി ഒന്ന് പുറത്തോട്ട് ഇറക്കാം. ഇല്ല, ആയിട്ടില്ല, വന്നിട്ടില്ല. എത്ര മിനിറ്റ് വെക്കണം? ഓ ഇറ്റ്സ് ഒട്ടും വന്നിട്ടില്ല. ഇനി ഒരു 10 മിനിറ്റ് കൂടെ വെക്കും. പക്ഷേ സൈഡൊക്കെ നമ്മുടെ ഈ ഓവൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ പിസ്സ ഒക്കെ ഗ്രില്ല് ചെയ്യാൻ വെക്കുമ്പോഴും അങ്ങനെ അതിന്റെ സൈഡ് അങ്ങ് പെട്ടെന്ന് കരിയും, ഇടയ്ക്ക് വേമത്തുമില്ല. ഇച്ചിരി ടെമ്പറേച്ചർ കുറയ്ക്കണം. ഒരു 10 മിനിറ്റിനും കൂടെ വേണ്ടി വെച്ചിട്ടുണ്ട്. 20 മിനിറ്റ് നമ്മൾ ഓൾറെഡി 20 കംപ്ലീറ്റ് വെച്ചില്ല, 19 മിനിറ്റ്സിലാണ് നമ്മൾ ചെക്ക് ചെയ്തത്. ഇടയ്ക്ക് ഭയങ്കരമായിട്ട് വെന്തിട്ടില്ല. അപ്പോൾ നമ്മളൊന്നുകൂടി വെക്കാം. ഓക്കെ, നമ്മുടെ അലാം അടിച്ചിട്ടുണ്ട്. നിൽക്കി ഒരു മിനിറ്റ്, നിൽക്കി സെറ്റാക്കട്ടെ, ആംഗിൾ സെറ്റാക്കട്ടെ. ഓ കരിഞ്ഞ മണം വരുന്നുണ്ട്. പാളിയെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഇതെനിക്ക് എടുക്കാൻ പേടിയാണ് ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. ഇടല്ലേ, ഇടയ്ക്ക് കുത്തിയെടുക്കും. ഓ വാവ്, ഇറ്റ്സ് വെന്തിരിക്ക്. Now don't break it, dude. ഇനിയും കുത്തണ്ട. അപ്പൊ നമ്മുടെ കേക്ക് ലുക്സ് ലൈക്ക് ദിസ്. മേളത്തെ ചോക്ലേറ്റ് ചിപ്പ് ഒക്കെ ഇച്ചിരി വിയർഡ് ആംഗിൾ. ചോക്ലേറ്റ് ചിപ്പ് ഒക്കെ ഇച്ചിരി കരിഞ്ഞു. ഇതെന്തോ ചരിഞ്ഞും മറിഞ്ഞൊക്കെ ഇരിക്കുന്നത്. ചോക്ലേറ്റ് ചിപ്പ് കരിഞ്ഞിട്ടുണ്ട്. കേക്ക് വെന്തിട്ടുണ്ട്, നമ്മൾ കണ്ടല്ലോ ഓൾറെഡി. ഫോക്ക് കുത്തി നോക്കി. ഇനി ഇത് ആറാനുണ്ട്. എനിക്കറിയത്തില്ല എത്ര മിനിറ്റ് വേണമെന്ന് ആറാൻ. അത് കഴിയുമ്പോൾ നമുക്ക് കാണാം. ഇത് ആറിയിട്ടില്ല, നമുക്ക് ധൃതിയുണ്ട്. ഓക്കെ, ആറണം. ഓ കേക്ക് ആയിട്ടുണ്ട്. നല്ല ചൂടായിരിക്കും. Please note just number 22 on stage. അപ്പൊ കേക്ക് താണ്ട. ഈഹാൻ ബേബിക്ക് ഉറക്കം വരുന്നേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ക്രിസ്മസ് ടു യു, ഹാപ്പി ക്രിസ്മസ് ടു സംശയമുണ്ട് കേട്ടോ. എന്താ ഇടയ്ക്കൊന്ന് ഫോർക്ക് കുത്തിയപ്പോ വന്നല്ലോ. എക്സ്ട്രാ അല്ല, ഇതിന്റെ അകത്ത് മുറിച്ചപ്പം വന്നില്ല. സൂപ്പർ. ഇതാണ് കേക്കിന്റെ കൺസിസ്റ്റൻസി. കിട്ടിയില്ലല്ലോ. ഇതാണ് കേക്ക്. പക്ഷെ ഞാൻ സാധാരണ അമ്മ ഉണ്ടാക്കുന്നുണ്ട്. ഇടയ്ക്കാണ് സാധനം. ഇത് നമ്മുടെ ഇടയ്ക്ക് എന്താ വരാന്? ഏത് സാധനം? എല്ലാ സാധനങ്ങളും അതിട്ട് ഇളക്കണമായിരുന്നു. അയ്യോ ഇളക്കിയില്ല. ഓ മേളിട്ട് ഇളക്കണമായിരുന്നു ആ സാധനം. ആ മാവിന്റെ ഇട്ട് ഇളക്കണമായിരുന്നു. അന്നേരം എല്ലാം ഇടയ്ക്ക് വരുന്നു. കേക്ക് സൂപ്പറാ. കൺസിസ്റ്റൻസി, ടേസ്റ്റ് വൈസ് എനിക്ക് ഇച്ചിരി മധുരം വേണമായിരുന്നു. അതുകൊണ്ടാ ഇത് കരിഞ്ഞു പോയത്. അകത്തെ കാണിച്ചത് ഈ ഡ്രൈ ഫ്രൂട്ട്സ് മേളിലിട്ട് ചെയ്തത്. ആക്ച്വലി അതിന് ദാനം കൊള്ളായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടുന്ന് കഴിക്കണേ വെച്ചേ. ഇനിയും വെച്ചേക്കാനല്ല കഴിച്ചു. അയ്യോ ഇതൊരു അബദ്ധമാണ്, നിങ്ങളത് ചെയ്യല്ലോ. ചെയ്യത്തില്ല, അവരാരും ചെയ്യത്തില്ല. ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ട് അതൊന്നും ഇളക്കണം. പിന്നെ ഇത് റെസിപ്പി അല്ല ഞാൻ പറഞ്ഞു. റെസിപ്പി അല്ല ഞാൻ പറഞ്ഞല്ലോ. ടേസ്റ്റ് ഉണ്ട്. എനിക്ക് മധുരം ഇപ്പൊ ഓക്കെ. എനിക്ക് മധുരം ഓക്കെയാ. ഇതിൽ കൂടുതലായ നമുക്ക് എനിക്ക് മധുരം ഓക്കെയാ. ഈ പ്രശ്നം പറ്റിയതാ.
അത് ഇളക്കിയായിരുന്നെങ്കിൽ അത് കരിയത്തില്ലായിരുന്നു. നല്ലതാ. ലൈഫിലെ ആദ്യത്തെ കേക്കാണ് ഗൈസ്. ലൈഫിൽ ആദ്യമായിട്ട് കേക്ക് ചെയ്തത്. ഞാനിവിടെ ഉണ്ടായിരുന്ന ചിലപ്പോ ഇത് സംഭവിക്കത്തില്ല. ചിലപ്പോ അച്ഛനുണ്ടായിരുന്നു, ചിലപ്പോ എന്നോട് പറഞ്ഞു അത് ഇളക്കണ്ട, ഞാനങ്ങ് മുറിയിൽ പോയി. അത് ഇളക്കണ്ട എവിടെയെന്ന് ചോദിച്ചത് ഞാൻ അത് ചോദിച്ചുമില്ല കേട്ടോ. അച്ഛൻ ഇഹാൻ ബേബിയെ കൊണ്ട് പോയി. ഒന്നുകൂടെ അഭിപ്രായം കേൾക്കാൻ. നമ്മൾ കേക്ക് ഓൾമോസ്റ്റ് അറ്റ് ദി വെർജ് ഓഫ് ഫിനിഷിംഗ് ആണ്. ഞങ്ങൾ തിന്നു കഴിഞ്ഞു. സൂപ്പർ ആയിരുന്നു. ഞാൻ നേരത്തെ 85 പറഞ്ഞു, പക്ഷെ ഞാൻ 10 മാർക്ക് കൂടെ കൂട്ടി തിന്നപ്പം ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ്. അതുകൊണ്ട് 10 മാർക്ക് കൂടെ കൂട്ടി 95. സൂപ്പർ കേക്ക് ആയിരുന്നു. 98% മാർക്ക്. ഒരു 2% കുറയ്ക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇങ്ങനെ ജസ്റ്റ് ഒന്നില്ല, പക്ഷെ എല്ലാം അടിപൊളിയായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള കേക്ക് ആയിരുന്നു. ഐ ലൈക്ക് ഇറ്റ്. അത് പറഞ്ഞേ, ഞാനല്ല, എന്റെ കാര്യമല്ല, അവളെ കാര്യമാണ്. ഞാൻ അതെ സൂപ്പർ അഭിപ്രായം. എന്നെ കുറ്റം പറയാൻ എന്റെ കൊച്ചു സമ്മതിക്കത്തില്ല. കേക്ക് അകത്ത് ഈ മണ്ടവശത്തെ ആ സാധനം കണ്ടിച്ചു കളഞ്ഞാൽ നല്ലായിരുന്നു. ആ മണ്ടവക്ക് കയ്പുണ്ട്. ആ ഡ്രൈ ഫ്രൂട്ട്സ് കരിഞ്ഞു പോയത് കൊണ്ടൊരു നമ്മള് അത് മൊത്തത്തിൽ ചേർത്ത് കടിക്കുവാണെങ്കിൽ കയ്പ് തോന്നുന്നു. പക്ഷെ അതില്ലാണ്ട് ബാക്കി കടിക്കുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അച്ഛൻ പ്രതീക്ഷിച്ചായിരുന്നു കേക്ക് പൊങ്ങും ഒക്കെ ആവുന്നു. ഇങ്ങനെ പൊങ്ങുന്നു ഇല്ല ഇല്ല അച്ഛൻ പണി പാളി വന്നു. ഞാൻ പാളുവെന്ന് തന്നെയാണ് വിചാരിച്ചത്. അതായത് ഇപ്പൊ അച്ഛന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇപ്പൊ നമ്മുടെ കേക്ക് ഇങ്ങനെയൊക്കെയാണ്. ഒരു ഫസ്റ്റ് ടൈം ബേക്കറിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ. അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ചാലഞ്ചിൽ ഞാൻ 100% സക്സസ്ഫുൾ അല്ല. നെക്സ്റ്റ് ടൈം ചെയ്യാം, പക്ഷെ നെക്സ്റ്റ് ടൈം ഇനി വീഡിയോ എടുക്കത്തില്ല, ബോറായിപ്പോൾ. അപ്പം ഇതായിരുന്നു നമ്മുടെ ഒരു ചെറിയൊരു വ്ളോഗ് ഓൺ ക്രിസ്മസ്. I hope you liked it. If you did, then do not forget to subscribe. Do not forget to subscribe. Alambundakalle. And yeah, share it with your friends and family. And I'll see you in my next video. Until then, keep smiling and stay blessed. Ta-da.